ആമീസ് അടുക്കളയും ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർഫ്ലൈ ആണ് ഉണ്ടാക്കുന്നത്. അത് പനീറും പൊട്ടറ്റോയും വെച്ചാണ് ഉണ്ടാക്കുന്നത്. പൊട്ടറ്റോ വേണ്ട ഏറ്റവും കനം കുറച്ച് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നൈസായിട്ട്. പിന്നെ പനീർ നമുക്കത് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം നമുക്ക് പനീർ മാറിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. എല്ലാം കുറച്ച് മതി. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത് വെജിറ്റബിൾ മസാല എന്ന് പറഞ്ഞ് കിട്ടും. ഇതില്ലായെങ്കിൽ ഗരം മസാല മതി, പക്ഷേ ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് വരുമല്ലേ. ഇതും കുറച്ചിട്ട് ബാക്കി ആവശ്യമുള്ള ഉപ്പും. ഈ വെജിറ്റബിൾ മസാലയ്ക്കകത്ത് ഉപ്പിൻ്റെ ഉപ്പിൻ്റെ ഒരിതുണ്ട്. അപ്പം പിന്നെ ഉപ്പ് അതിൻ്റെ അനുസരിച്ച് നോക്കിയിട്ടാൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെള്ളമൊന്നും ഒഴിക്കണ്ട, മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് പനീർ ഇടുക. പൊട്ടറ്റോയുടെ വലിപ്പത്തിൻ്റെ അനുസരിച്ച് പനീർ കട്ട് ചെയ്യാം. പനീർ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇനി അത് നമുക്ക് ബട്ടർഫ്ലൈ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൊട്ടറ്റോ അത് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് പനീർ എടുത്ത് വെക്കുക. എടുത്ത് വെച്ച് തന്നെ ഇങ്ങനെ രണ്ടും പൊട്ടിപ്പോകാതെ നോക്കുക. എന്നിട്ട് ടൂപ്പിക്ക് വെച്ച് പതുക്കെ ഇങ്ങനെ കുത്തുക. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ആക്കി വെക്കാം. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴും എല്ലാം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. വെറുതെ പെറുക്കി കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാം വേണ്ട നമ്മൾ ഇതുപോലെ ബട്ടർഫ്ലൈ മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട. അപ്പോൾ ഇനിയും ഞാൻ ആദ്യം ഇപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയ്ക്കകത്തല്ല, സൺഫ്ലവറിനകത്ത് മറക്കുന്നത്. അപ്പോൾ അതും ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, പൊരിച്ചെടുക്കണം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടിട്ട് കൊടുക്കുക. വരെയെന്ന് ഇനി തീ ഏറ്റവും കുറച്ച് വെക്കണം. ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതൊന്നും മുറിച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ പൊട്ടറ്റോ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയിട്ട് വരും. കാരണം ഏറ്റവും കനം കുറച്ചല്ലേ അരിഞ്ഞേക്കുന്നത്. അപ്പം പനീറും ഒന്ന് വെന്തും ഒന്ന് മുരിഞ്ഞ് വരട്ടെ. നമ്മൾ ആദ്യം ഇട്ടത് റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പം ഇത്രയും മൂത്ത് വരണം. അപ്പോഴേ പനീറും പൊട്ടറ്റോ എല്ലാം നല്ല റെഡിയായിട്ട് വരത്തുള്ളൂ. നമ്മുടെ പനീർ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പൊട്ടറ്റോയും പനീറും എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ടൂത്ത് പിൻ ഇങ്ങനെ ഊരിയിട്ടേ കൊടുക്കാവൂ. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിക്കുന്നതിന് മുന്നായിട്ട് ശകലം നാരങ്ങ അതിൻ്റെ മുകളിൽ ഒഴിക്കാം. പിന്നെ സോസ് കൂട്ടി കഴിക്കാം. അതുപോലെ തന്നെ പുതിന ചട്നി ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണമെന്ന്. ഇത് സപ്പോർട്ട് ചെയ്യുകയും വേണം, ലൈക്ക് ചെയ്യുകയും വേണം, കമൻറ്റ് ഇടുകയും വേണം.